തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3-ാം വർഷ MBBS വിദ്യാർത്ഥി ഏബൽ അഗസ്റ്റിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 20-ലധികം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ പരാതികൾ ലഭിക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോണും സമൂഹമാധ്യമ അക്കൌണ്ടുകളും സൈബർ വിദഗ്ധർ വിശദമായി പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, ഇയാൾ ഇതെങ്ങനെയാണോ നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണം ഏത് വഴിക്കാം? ശ്രുതി, റോഷ്നി MBBS 3-ാം വർഷ വിദ്യാർത്ഥിയായ ഏബൽ അഗസ്റ്റിനെതിരെ ഗുരുതരമായ പരാതികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നിരവധി പരാതികൾ ഓരോ ദിവസവും വരുന്നതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ പോലീസ് ഇതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. 20ഓളം പെൺകുട്ടികളുടെ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ നിഗമനത്തിലുള്ളത്. മറ്റു കൂടുതൽ പരാതികൾ ഇനി വരാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ തരത്തിൽ തന്നെ ഈ ഏബലിനെതിരെ വലിയ പരാതികൾ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. നിലവിലിപ്പോൾ ഏബലിന്റെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ സൈബർ സെല്ല് പരിശോധിച്ചു വരികയാണ്. ഏബൽ മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിലുള്ള പരിശോധന കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൂടുതൽ പരാതി വരുന്ന മുറയ്ക്ക് കൃത്യമായി അന്വേഷണം നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഒപ്പം തന്നെ തെളിവെടുപ്പടക്കം നടത്തിയാൽ കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. പ്രാഥമികമായാണ് ഇപ്പോൾ 20ഓളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ടുണ്ട് എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്കടക്കം കത്ത് നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പോലീസിനെതിരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിക്കൊണ്ട് വിഷയത്തിൽ നേരിട്ട് ഇടപെടണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജ് ഈ ഏബലിനെ ഈ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കടക്കം കടന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി നിയമത്തിന്റെ വഴിയിൽ ഇയാളെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും അതനുസരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ജാമ്യം അനുവദിച്ചതടക്കം വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ നിരവധി പരാതികൾ വരുന്ന മുറയ്ക്ക് കേസുകൾ കൂടുതലായി എടുക്കുന്ന പക്ഷം ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലീസ് കാണുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് അന്വേഷണം ഏതായാലും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 3 കേസുകളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ പരാതികൾ കിട്ടുന്ന രീതിയിൽ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.